സുപ്രധാനമായ ഇടം തുടക്കത്തിൽ സൂചിപ്പിച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ. തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിലെ സെക്രട്ടേറിയറ്റും നിയമസഭയുമൊക്കെ ഉൾപ്പെടുന്ന തന്ത്രപ്രധാനമായ ഇടത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ, ചരിത്രമുറങ്ങുന്ന ആ കോർപ്പറേഷൻ, രാജഭരണത്തിൻ്റെ ചില ശേഷിപ്പുകൾ ഇപ്പോഴുമുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് പിടിക്കും? BJPക്ക് ഇത് അഭിമാന പോരാട്ടമാണ്. ഒരുപക്ഷെ സംസ്ഥാന ഭരണം പിടിക്കുന്നതിന് തുല്യമായ പോരാട്ടമാണ് BJP. കഴിഞ്ഞ തവണ ആ അവകാശവാദം BJP ഉയർത്തിയതാണ്. പക്ഷേ അവർക്ക് ഭൂരിപക്ഷം നേടാനായില്ല. ഇത്തവണ ഇടതുഭരണം അട്ടിമറിക്കുമെന്ന് BJP അവകാശപ്പെടുന്നു. ഇതേ അവകാശവാദം UDFും ഉയർത്തുന്നുണ്ട്. പ്രസക്തമാണ് ഈ ചോദ്യങ്ങൾ. നമുക്ക് വിശദമായി തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് പിടിക്കുമെന്ന ചോദ്യത്തിന് ഇടതുമുന്നണി ഭരണം നിലനിർത്തുമോ? പ്രസക്തമാണ് ആ ചോദ്യം. രണ്ടാമത് UDF നില മെച്ചപ്പെടുത്തുമോ? UDFിൻ്റെ അവകാശവാദങ്ങൾ ശരിയാകുമോ? BJP ഭരണം പിടിക്കുമോ? ആ ചോദ്യം കൂടി ഇവിടെ പ്രസക്തമായി വരികയാണ്. ഇനി നിലവിലുള്ള അതിൻ്റെ കക്ഷിനിലയും സാഹചര്യം കൂടി നമുക്ക് വിശദമായി പരിശോധിക്കാം. നിലവിലെ കക്ഷിനില ഇങ്ങനെയാണ്: ഇടതുമുന്നണി 51, BJP 34, UDF 10, മറ്റുള്ളവർ 5 എന്നതാണ് നിലവിലുള്ള ചിത്രം. ഈ ചിത്രത്തിൽ അവസാന ഘട്ടത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ LDF ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. അവിടെ നഗരസഭാ ഭരണത്തിനെതിരായ ചില വിലയിരുത്തലുകളും വിധിയെഴുത്തുകളും ഉണ്ടാകുമോ എന്ന ചോദ്യം കൂടിയാണ് ഉയർന്നു വരുന്നത്. ഒപ്പം UDFിൻ്റെ സാഹചര്യം എന്ത് എന്നതുകൂടി പ്രധാനപ്പെട്ടതാണ്. BJPക്ക് ഇത്തവണ അസാധാരണമായ ചില പ്രശ്നങ്ങളുണ്ടായി. അവിടെ പാർട്ടി മുൻ കൗൺസിലറായ ഒരു അംഗത്തിൻ്റെ ആത്മഹത്യയും അതുണ്ടാക്കുന്ന തുടർ വിവാദങ്ങളുമൊക്കെ BJPക്ക് പ്രശ്നങ്ങളാണ്. പാർട്ടിയിൽ മറ്റു ചില തർക്കങ്ങളുമുണ്ട്. അപ്പോൾ BJPയുടെ നീക്കത്തിന് വെല്ലുവിളിയായി ഈ പ്രതിസന്ധികൾ ഉയരുമോ എന്ന ചോദ്യമുണ്ട്. നേരത്തെ തന്നെ ഇത്തവണ ഒരുങ്ങി UDFന്. അത് UDFന് നേട്ടമായോ എന്ന ചോദ്യമാണ്. K. മുരളീധരനാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ UDFെ നയിക്കുന്നത്. ഈ ചോദ്യം, ഈ നീക്കങ്ങളൊക്കെ പ്രസക്തമാകുമോ? എന്താണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ രാഷ്ട്രീയ ചിത്രം? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. കോർപ്പറേഷൻ്റെ ഈ രാഷ്ട്രീയ ചിത്രത്തിലേക്ക് വരുമ്പോൾ നിർണായകമായ ഘടകങ്ങൾ പലതുണ്ട്. ആ ഘടകങ്ങളിൽ ഏതൊക്കെ എവിടെയൊക്കെ സ്വാധീനിക്കപ്പെട്ടു എന്നതാണ് ചോദ്യം. ഏറ്റവും വലിയ സംസ്ഥാനത്തെ കോർപ്പറേഷനാണ്. സാഹചര്യങ്ങൾ പലതുണ്ട്. വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. എന്താണ് തിരുവനന്തപുരം നഗരൻ പറയാൻ പോകുന്ന രാഷ്ട്രീയമെന്ന്? ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്നും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ രാഷ്ട്രീയ ചിത്രത്തിലേക്ക് വരുമ്പോൾ പല രാഷ്ട്രീയ സാഹചര്യങ്ങളും നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട്. ഇത്തവണ എല്ലാ മുന്നണികൾക്കും ഒരുപോലെ അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ സംഭവിച്ച ഇടമാണ്. നമുക്ക് അവസാന ചിത്രത്തിലേക്ക് വരുമ്പോൾ LDF ഭരണത്തെ അട്ടിമറിക്കുമെന്ന BJP വാദത്തിന് കഴമ്പുണ്ടാക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും നീക്കങ്ങൾ പ്രകടമായിട്ടുണ്ടോ? ഒപ്പം തന്നെ കോൺഗ്രസ് നേരത്തെ ഒരുങ്ങിയെന്ന അവരുടെ അവകാശവാദവും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ അവർക്ക് കഴിയുമോ? എന്താണ് അവസാനത്തെ രാഷ്ട്രീയ ചിത്രം തിരുവനന്തപുരം നഗരത്തിൽ? ഡാൻ കുര്യൻ. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം, സംഘടനാ തലത്തിൽ CPMന്റെ വലിയൊരു കോട്ട തന്നെയാണ് തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അവർ തുടർച്ചയായി നഗരസഭയുടെ ഭരണം കൈയാളുന്നത്. അവിടേക്കാണ് കഴിഞ്ഞ 2 നഗരസഭാ തെരഞ്ഞെടുപ്പുകളിലായി BJP വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം നടത്തുന്നത്. അത് നിലവിൽ അവരുടെ കക്ഷിനില 34ലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത്രയും വലിയൊരു നേട്ടമാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ തിരുവനന്തപുരത്ത് BJP കാഴ്ചവെച്ചത്. പക്ഷേ UDF വെറും 10 സീറ്റിലേക്ക് മാത്രം ഒതുങ്ങുന്ന ദയനീയമായ സാഹചര്യം കഴിഞ്ഞ തവണയുണ്ടായി. അവിടെ നിന്ന് പ്രചരണ രംഗത്ത് കൃത്യമായ ഒരു എഡ്ജ് ഉണ്ടാക്കാൻ UDFന് കഴിഞ്ഞിരിക്കുന്നു സംഘടനാ തലത്തിൽ എന്നതാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ വലിയൊരു ആത്മവിശ്വാസം. കാരണം നമുക്കറിയാം, സാധാരണയായി വാർഡിലേക്ക് മത്സരിക്കാൻ പറഞ്ഞാൽ ഒരു മുതിർന്ന നേതാക്കളും അവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ല. കാരണം അത് വാർഡെന്ന് പറഞ്ഞാൽ അത് പ്രാദേശിക നേതാക്കൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന എന്തോ ഒരു അത്തരമൊരു ഐറ്റം കൽപ്പിച്ച് മാറി നിൽക്കുന്ന കൂട്ടൊരു സമീപനമായിരുന്നു മുൻകാലങ്ങളിൽ കോൺഗ്രസ് ക്യാമ്പിൽ. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി ഒരു മുൻ MLA തന്നെ കവടിയാറിൽ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നുവെന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ഇതിന് അതിന്റേതായ ഒരു ഗൌരവമുണ്ട് എന്ന് പ്രവർത്തകർക്കിടയിലേക്ക്, താഴെത്തട്ടിലുള്ള നേതാക്കൾക്കിടയിലേക്ക് അതിനൊരു ഗൌരവം കൃത്യമായി തന്നെ എത്തിക്കാൻ കോൺഗ്രസ് ക്യാമ്പിന് കഴിഞ്ഞിരുന്നു. അതാണ് അവരുടെ ആത്മവിശ്വാസത്തിന് പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് തന്നെ നിലവിലെ 10ൽ നിന്ന് മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാൻ UDFന് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പുള്ളത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് K. മുരളീധരൻ നേരിട്ട് ഓരോ വാർഡുകളിലും എത്തി ഈ ജനകീയ സദസ്സുമായി ബന്ധപ്പെട്ട് 101 വാർഡുകളിലൂടെയും അദ്ദേഹം തന്നെ നയിച്ച പദയാത്ര,
അത് ഉണ്ടാക്കിയിരിക്കുന്ന ചർച്ചകൾ, അതോടൊപ്പം സമീപകാല രാഷ്ട്രീയ വിഷയങ്ങളിൽ അദ്ദേഹം എടുത്ത പല പ്രതികരണങ്ങൾ അത് വലിയ തരത്തിൽ ചർച്ചകൾക്ക് വിധേയമായിട്ടുണ്ട്. അപ്പോൾ BJPക്കെതിരെയും CPM-നെതിരെയും ഒരേപോലെ കടന്നാക്രമണം നടത്തിക്കൊണ്ടാണ് കെ മുരളീധരൻ ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത്. ഇതൊരു തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിൽ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടം എങ്ങനെയാണോ അത്തരത്തിലുള്ള വാക്ശരങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടിയാണ് കെ മുരളീധരനും BJP നേതാക്കളുമൊക്കെ പരസ്പരം വാക്ശരങ്ങൾ ചെയ്തത്. അതിൽ തന്നെ BJPക്കെതിരെ ഉയർന്നു കേട്ട ആക്ഷേപങ്ങൾ പ്രധാനമായി നമുക്കറിയാം. ആദ്യം തിരുമല അനിലിന്റെ കൌൺസിലറായിരുന്ന തിരുമല അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങൾ അത് വലിയ തരത്തിൽ BJP ക്യാമ്പിനെ അനിശ്ചിതത്വത്തിലാക്കിയത്. കാരണം അത് ഒരുപാട് വിമർശനങ്ങൾക്ക് വഴിവെച്ചു, അത് സംഘടനയ്ക്കുള്ളിൽ വലിയ തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾക്ക് വഴിവെച്ചു. അതിന് പിന്നാലെയാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തൃക്കണ്ണപുരത്ത് ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യ. അതുമായി ബന്ധപ്പെട്ടും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ, വലിയ തരത്തിലുള്ള ഉൾപാർട്ടി ചർച്ചകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നില്ല എങ്കിൽ കൂടി BJPക്കുള്ളിൽ അത് വലിയ തർക്കങ്ങൾക്കും സംസാരങ്ങൾക്കുമൊക്കെ വഴിവെച്ചിട്ടുണ്ട്. ഇത് വസ്തുതയായി തന്നെ നിലനിൽക്കുകയാണ്. അതിനെ എങ്ങനെ ഒരു അവസരമായി മാറ്റാമെന്നാണ് UDF നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം LDF ആകട്ടെ നിലവിലെ 51-ൽ നിന്ന് എങ്ങനെ കുറച്ചുകൂടി മുമ്പോട്ട് പോയി ഒരു വലിയ മാർജിനിൽ വിജയം നിലനിർത്താനാവും, അതാണ് LDFന്റെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് തന്ത്രം. അതുകൊണ്ട് തന്നെ സർക്കാർ മുമ്പോട്ട് വെച്ചിട്ടുള്ള ക്ഷേമ പെൻഷൻ അടക്കമുള്ള പ്രധാനപ്പെട്ട എല്ലാ ജനകീയ പദ്ധതികളുടെയും പ്രയോക്താക്കൾ ആരാണ്, അതിന്റെ പ്രയോജനം ഏത് തരത്തിലാണ് ആളുകൾക്ക് ഇതിനോടകം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ തുടർച്ച ഉണ്ടാവേണ്ടതുണ്ട്. ഈ കാര്യം വോട്ടർമാർക്കിടയിൽ ചർച്ചയാക്കിക്കൊണ്ട് ഈ 51 എന്നുള്ളത് എങ്ങനെ അതിന് മുകളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന ചർച്ചകളാണ് നടക്കുന്നത്. അതേസമയം പല വാർഡുകൾ നമുക്കറിയാം, മുട്ടടയിലടക്കം ഈ വൈഷ്ണവ് സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ, അതിന് ലഭിച്ച മാധ്യമ ശ്രദ്ധ, ഒടുവിൽ വൈഷ്ണയ്ക്ക് മത്സരിക്കാനുള്ള അവസരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അത് ശരിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ചില സ്ഥലങ്ങളിൽ, അതായത് സിറ്റിംഗ് സീറ്റാണത്, LDFന്റെ സിറ്റിംഗ് സീറ്റാണ്, അവിടെയാണ് ഈ UDFന്റെ ഒരു ഏറ്റവും ഇളമുറക്കാരിയായ ഒരു സ്ഥാനാർത്ഥിക്ക് വന്ന ഇത്രയും ഈ ചർച്ചകളിൽ നിറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടെയാണ് UDFും LDFും BJPയും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ BJPക്ക് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ഉറപ്പാക്കുക എന്നത് ഏറെക്കാലമായുള്ള അവരുടെ ലക്ഷ്യമാണ്, രാഷ്ട്രീയ ലക്ഷ്യമാണ്. കാരണം അങ്ങനെ തിരുവനന്തപുരം നഗരസഭയിൽ ഒരു വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ, അവിടെ ഒരു മികച്ച വിജയം കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ കുറഞ്ഞത് 5 നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും തിരുവനന്തപുരത്ത് അതിന്റെ പ്രതിഫലനമുണ്ടാകും. നേമവും വട്ടിയൂർക്കാവും അടക്കം 5 നിയമസഭാ മണ്ഡലങ്ങളിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന വലിയൊരു വിലയിരുത്തലാണ് BJP ക്യാമ്പുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള നീക്കങ്ങളുമായി, രാഷ്ട്രീയ നീക്കങ്ങളുമായി അവർ മുമ്പോട്ട് പോകുന്നത്. മുൻ സംസ്ഥാന DGP തന്നെയായിരുന്ന ശ്രീലേഖയെ മത്സരരംഗത്തേക്ക് ഇറക്കിയത് ഒരുപക്ഷെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തരത്തിലുള്ള ചർച്ചകൾ പല കോണുകളിൽ നടക്കുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരം നഗരസഭ നിലനിർത്തുക എന്ന് പറയുന്നത് LDFന് മുമ്പിൽ അഭിമാന പ്രശ്നമാണ് എങ്കിൽ BJPക്ക് മുമ്പിൽ അവരുടെ വലിയൊരു മുന്നേറ്റത്തിന്റെ തുടക്കമായിട്ടാണ് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം പിടിക്കാൻ കഴിഞ്ഞാൽ അതിനെ അവർ നോക്കിക്കാണുന്നത്. UDF ആകട്ടെ വലിയൊരു തിരിച്ചുവരവിന് തിരുവനന്തപുരത്ത് ഒരുങ്ങുകയുമാണ്. യെസ്, തിരുവനന്തപുരം നഗരം പറയാൻ പോകുന്ന രാഷ്ട്രീയം അങ്ങനെയാണ്. ഡാൻ, എന്തായാലും വളരെ നന്ദി. നമുക്ക് ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ ആവശ്യമാണ്. കുട്ടിക്കലാശം അതിന്റെ ആവശ്യത്തിലേക്ക് എത്തട്ടെ. മടങ്ങി വരാം ഡാൻ. എന്തായാലും സംസ്ഥാനത്തിന്റെ പൊതു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചിത്രത്തിലേക്ക് വരുമ്പോൾ തന്ത്രപ്രധാനമായ ഇടമാണ് കോർപ്പറേഷൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തുകൊണ്ടാണ് തന്ത്രപ്രധാനമായ ഇടമാവുന്നത് എന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ശ്രദ്ധിക്കുക, 9-ാം തീയതി